നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് വരാം. എങ്ങനെ നമുക്ക് ആയുർവേദം കൊണ്ട് ബാക്ക് പെയിൻ മാറ്റാം. ഈ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ അത് വിദഗ്ധനായ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ള ഇൻഫ്ലമേഷൻ്റെ മരുന്ന് കഴിക്കണം, നമ്മൾ റെസ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ബാക്ക് പെയിൻ മാറും. പിന്നെ മറ്റുള്ള മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയാം, അതായത് മസിൽസിൻ്റെ സ്ട്രെയിൻസ് അങ്ങനെ മറ്റുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള ടെൻഡൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ബാക്ക് പെയിനും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് ആക്റ്റീവായ പേഴ്സണിൽ മിക്കവാറും കൂടുതൽ ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആയുർവേദ ചികിത്സകളായ പ്രത്യേക കുഴമ്പുകൾ, മുക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ധാര, പിഴിച്ചിൽ, അതോടൊപ്പം തന്നെ ഈ ഹോട്ടായിട്ടുള്ള ചികിത്സ നമ്മൾ ധാര ചെയ്യുമ്പോൾ ഈ കുഴമ്പുകളൊക്കെ പ്രത്യേക ചൂട് പരുവത്തിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഞവര ചെയ്യുന്നു. ഞവരയെന്ന് പറഞ്ഞാൽ ബോഡി മുഴുവൻ അങ്ങ് തണുപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐസ് വെക്കുന്നതിന് 10 ഇരട്ടി എഫക്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ചികിത്സകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സകൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ഈ രീതിയിലുള്ള മെക്കാനിക്കൽ, അതായത് മറ്റുള്ള ഡിസ്കിൻ്റെ പ്രോബ്ലം അല്ലാത്തുള്ള ബാക്ക് പെയിൻസ് എല്ലാം നമുക്കവിടെ മാനേജ് ചെയ്യാം. പിന്നെ കുറച്ച് കാലം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. നമുക്ക് രോഗിക്ക് ഒരു അഷ്വറൻസ് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ രോഗി എപ്പോഴും ഒരു ബാക്ക് പെയിനാണ്, ഞാൻ ജീവിതത്തിൽ മുഴുവൻ ഇനിയിപ്പോൾ ബാക്ക് പെയിൻ മാറില്ല, ബാക്ക് പെയിൻ കൊണ്ട് നടക്കണം എന്നുള്ള ഒരു രോഗിയുടെ മനസ്സിൽ നമ്മൾ കോൺഫിഡൻസ്, നമ്മളൊരു ആത്മവിശ്വാസം കൊടുക്കണം. അതാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഒരു 4 ആഴ്ച കൊണ്ടോ ഒരു 10 ദിവസങ്ങളിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ പോകും. അപ്പോൾ അങ്ങനെ ഉള്ള ബാക്ക് പെയിന് നമ്മൾ അധികം ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി സ്പൈനൽ സ്റ്റെനോസിസ് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സ്പൈനൽ സ്റ്റെനോസിസ് മൂലമുള്ള ബാക്ക് പെയിൻ അത് മാനേജ് ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത് മോഡേൺ മെഡിസിൻ ചെയ്യുന്ന അവർ സ്റ്റിറോയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അതൊരു 3 മാസമോ 4 മാസമോ കിട്ടും. പക്ഷെ അവിടെ നമുക്ക് ആയുർവേദത്തിൽ വസ്തി എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ പ്രത്യേകം മരുന്ന് ചേർത്ത പാലോ കഷായമോ നമ്മുടെ ഏനസിലൂടെ, അതായത് മലദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ട്രാമ മൂലമോ മറ്റേ ഡിസ്കിൻ്റെ ഹോള്, സ്പൈനൽ നെർവ് വരുന്ന ഹോള് കുറയുന്നത് മൂലമോ ഉള്ള നമ്മുടെ മറ്റേ വേദനകൾ ഈ വസ്തിയിലൂടെ നമ്മൾക്ക് ഈ വസ്തി നമുക്കൊരു സയൻറ്റിഫിക്കലായിട്ട് വസ്തി ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പരമ്പരാഗതമായി ഇങ്ങനെ നമ്മൾക്ക് കൈമാറി കിട്ടിയ ചികിത്സാ രീതികളാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരമായ കൈമാറി കിട്ടുന്ന അറിവുകൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹെറിറ്റേജാണത്. അപ്പോൾ നമ്മളുടെ പുതിയ അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് അല്ല എന്ന് വസ്തു എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് ആക്ച്വലി നമുക്ക് സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്പൈനൽ സ്റ്റെനോസിസിൽ നമ്മൾ കണ്ടെടുത്തോളും വസ്തികൾ, ക്ഷീരവസ്തി ആയാലും കഷായ വസ്തി ആയാലും ഈ വസ്തികൾക്ക് വളരെ പ്രധാനമായിട്ട് ഒരു റോളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേദന ശമിക്കുന്നതായും, ശമിച്ചു കഴിഞ്ഞാൽ 2-3 വർഷത്തേക്കോ ചിലപ്പോൾ ഒരു ജീവിതകാലവും മുഴുവൻ അത് മാറി നിൽക്കും. പിന്നെ നമ്മൾ കൂടുതലുള്ള ഭാരപ്പെട്ട പണികൾ ചെയ്യുന്നത്, ഒരിക്കൽ ബാക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് കുനിഞ്ഞ് നൂരുക, വെയിറ്റ് എടുത്ത് പൊക്കുക, ഇങ്ങനെയുള്ള നമ്മളിത് അഗ്രവേറ്റ് ചെയ്യുന്ന കൂടുതൽ ഡ്രൈവ് ചെയ്യുക, കൂടുതൽ മോട്ടോർ ബൈക്കിൽ ഡ്രൈവ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു എക്സ്ട്രീം കെയർഫുൾനെസ് കാണിക്കണം. ഇനി ഇത് വരാതിരിക്കാൻ നമ്മുടെ ജീവിതശൈലി തന്നെ ചില പ്രത്യേക ഫുഡുകൾ, അതിലേക്ക് ഞാൻ പിന്നെ വരാം, ചില പ്രത്യേക ഫുഡുകൾ നമ്മൾ കഴിക്കുന്നതിലോട്ടൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്പൈനൽ സ്റ്റെനോസിസ് തന്നെ വസ്തി മൂലം നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ നട്ടലിൻ്റെ ഡിസ്കുകൾ ഹെർണിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബാക്ക് പെയിനാണ്. ഇതിലാണ് എപ്പോഴും അലോപ്പതി ആയുർവേദവും തമ്മിൽ പല കോൺഫ്ലിക്റ്റുകളും നടക്കുന്നത്. അവർ പറയും ഇങ്ങനെ ബാക്ക് പെയിൻ ഉണ്ടോ, നിങ്ങൾ ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയോ, നിങ്ങളുടെ ഞരമ്പ് പൊട്ടിപ്പോയോ, എല്ലാം കൂടെ ട്രാപ്പായി ആകെ പ്രശ്നമാകും. അതുകൊണ്ട് അവർ ആയുർവേദത്തിനെ പറ്റി ഒരു കുപ്രചാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ നെർവ് എൻട്രാപ്മെൻറ്റ് ചെയ്താൽ മോഡേൺ മെഡിസിനിൽ എന്താണ് ചെയ്യുന്നത്, അവർ പ്രത്യേക വെയിറ്റ് ഇട്ട് ട്രാക്ഷൻ കൊടുക്കും. പക്ഷേ വിദഗ്ധനായ ആയുർവേദ വിദഗ്ധൻ ഈ ട്രാക്ഷൻ നമ്മുടെ കൈകൊണ്ട് തന്നെ മാനുവലായിട്ട് കൊടുക്കുകയും കറക്റ്റ് പൊസിഷനിലേക്ക്, അതായത് സ്പൈനൽ കോളത്തിൻ്റെ സ്പൈനൽ നെർവ് പോകുന്നിടത്തേക്കുള്ള പ്രൊട്യൂഷൻ വളരെ സാവധാനം മർമ്മത്തിൽ പ്രഷർ കൊടുത്ത് പ്രത്യേക രീതിയിൽ നമ്മളത് തിരിച്ച് തള്ളിയിടും. ആ ടെക്നിക്ക് മോഡേൺ മെഡിസിനിൽ അവർ പറയുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എന്നേ അവർ പറയുള്ളൂ. പക്ഷേ ഈ ടെക്നിക്കുകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ആയുർവേദ കോളേജുകളിലും വിദഗ്ധന്മാരായ ഫിസീഷ്യൻസും ഇത് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നെർവ് അതായത് നെർവ് ഇപ്പോൾ ഡിസ്കിന് ചെറിയ ഡാമേജ് ഉണ്ട്. ഡിസ്ക് എടുത്ത് കളഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡിസ്ക് എടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഡിസ്കുകളുടെ സ്വാഭാവികമായ കർവച്ചറുകളെല്ലാം പോകും. പിന്നെ ജീവിതകാലം മുഴുവൻ കുറച്ച് നാളത്തേക്ക് ചിലർക്ക്
ഒരു ടെമ്പററി ആക്ഷൻ പോലും ചിലക്ക് കിട്ടത്തില്ല. കാരണം നമ്മൊരു ഫോറിൻ ഡിസ്ക് അതിനകത്ത് വെക്കുകയാണ്, വേറെ ഒരു മെറ്റൽ കൊണ്ടുള്ളത്. അപ്പോൾ ബോഡി ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബോഡി ഇതിനെ അടിച്ചുകൊണ്ടിരിക്കും. ബോഡിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ ഏതൊരു ഫോറിൻ ബോഡി വന്നാലും അതിന് മുഴുവൻ ഇങ്ങനെ, അപ്പോൾ ജീവിതകാലം മുഴുവൻ സ്റ്റിറോയിഡിലോട്ടൊക്കെ ആകും. പക്ഷേ നമ്മളിത് വളരെ ദിവസമായി, ഒരു 10-15 ദിവസത്തെ സാവധാനപരമായിട്ട് ഈ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, വേദനയൊന്നുമില്ലാതെ ഹെർണിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ഡിസ്കിനെ അതിൻ്റെ പൊസിഷനിലേക്ക് നമ്മൾ തിരിച്ചിടും. ഇവിടെയാണ് മർമ്മ ചികിത്സയുടെ പ്രാധാന്യം. എനിക്ക് തന്നെ എത്രയോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് എത്രയോ രോഗികളുണ്ട്. അവരുടെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈ ഭയങ്കരമായിട്ടുള്ള പെയിൻ മാറുകയും രോഗി ഹാപ്പി ആവുകയും ചെയ്യും. പക്ഷേ രോഗിയോട് നമ്മൾ പ്രത്യേകം പറയും, അധികം വെയിറ്റ് എടുത്ത് പൊക്കരുത്, പെട്ടെന്ന് കുനിഞ്ഞു നോരരുത്, കാലിൻ്റെ മുട്ടുമടക്കിയേ കുനിയാവുള്ളൂ. അധികം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈവിങ് ഇത് ഒരിക്കലും നമ്മൾ ഹെർണിയേറ്റ് ചെയ്താൽ പിന്നെ ആ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബോഡി തന്നെ ഇത് റിപ്പയർ, ഡിസ്കുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ബോഡി തന്നെ ഇത് റിപ്പയർ ചെയ്യും. അതിനായി നമ്മൾ ടൈം കൊടുത്താൽ മതി. അല്ലാതെ ആ ഡിസ്ക് എടുത്ത് കളയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മളിതെല്ലാം സർജിക്കലി ഒരുപാട് അഡ്വാൻസ് നടക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് എതിരായ ഓരോ പ്രവൃത്തികളാണ് ഇത് നടക്കുന്നത്. പക്ഷേ നമുക്കിത് 10,000 വർഷം മുമ്പും ഈ ഡിസ്കിൻ്റെ ഹെർണിയേഷൻ ഉണ്ടായിരുന്നു, ഫ്രാക്ചറുകൾ ഉണ്ടായിരുന്നു. ഫ്രാക്ചറുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെറും മുളഞ്ചീറ്റുകൾ കൊണ്ട് ആ സൈറ്റിൽ, ഫ്രാക്ചർ സൈറ്റിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കിട്ടും. ഇപ്പോൾ ഒരു സ്റ്റഡീസ് നടത്തി ഈ ബാമ്പു, അതായത് മുളയ്ക്ക് ശരീരത്തിലെ ബോണിനെ പെട്ടെന്ന് സെറ്റാക്കാൻ, ബോണിൻ്റെ ഈ മുളയുടെ സെൻസേഷൻ ഉണ്ടെങ്കിൽ ബോണുകൾ വളരെ സെറ്റാകുമെന്നാണ് റീസെൻറ്റ് സ്റ്റഡീസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആയുർവേദത്തിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാവിധികൾ ഉള്ളപ്പോൾ നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സർജറിയിലേക്ക് പോകുന്നത് തികച്ചും അബദ്ധമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. സർജറി ഒരിക്കലും ഇതിൻ്റെ അവസാന വാക്കൊന്നുമല്ല. കാരണം അമേരിക്കയിലൊക്കെ സർജറി ചെയ്യും. എന്താണ്? ബെഡ് റിഡനായിട്ട് എഴുന്നേക്കാൻ വയ്യാത്ത പേഷ്യൻസിലാണ് അവർ സർജറി പരീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് സർജറി അത് സക്സസ് ആയില്ലെങ്കിലും അവർക്ക് ബെഡ് റിഡൻ പേഷ്യൻസാണ്. നമ്മളിവിടെ നോർമലായിട്ട് നടക്കുന്ന പേഷ്യൻസിന് പോലും ഇപ്പോൾ ഡിസ്ക് എടുത്ത് മാറ്റിവെക്കുകയൊക്കെ വളരെ കോമൺ ആണ്. ഇതൊക്കെ ഇവർ പറയുന്നത്, അമേരിക്കൻ അസോസിയേഷനൊക്കെ പറയുന്നത് നിങ്ങൾ MRI എടുക്കണം, ഡിസ്ക് മാറ്റി വെക്കണം. പക്ഷേ അവരുടെയൊക്കെ ഒരു സ്റ്റഡീസ്, പുതിയ ബുക്സ്, മെഡിക്കൽ ബുക്സ് ഇപ്പോൾ നെറ്റിലൊക്കെ ആവശ്യം പോലെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ഈ സിസ്റ്റം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ലാസ്റ്റ് സ്ഥിതി ചെയ്തു. പക്ഷേ നമ്മുടെ ഭാരതത്തിന് നമ്മൾക്ക് അഭിമാനം ഉണ്ടാകുന്ന ആയുർവേദമുണ്ട്, ആദിവാസി വൈദ്യമുണ്ട്. അപ്പോൾ ഇവക്കൊക്കെ ഈ മർമ്മ ചികിത്സയും കേരളത്തിലെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ കളരി ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആയുർവേദം വളരെയധികം വികസിച്ചിട്ടുണ്ട്. അപ്പോൾ കളരി അന്നേ ഒരു കളരിയിൽ ഈ മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നെർവ് സെൻറ്റേഴ്സ്. അപ്പോൾ ഹെർണിയേറ്റ് ചെയ്യുന്ന ഡിസ്കുകളെ ഏതൊക്കെ പോയിന്റിൽ നമ്മൾ പ്രഷറൈസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഇന്നിപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഫാർമക്കോളജി എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അവരുടെ സിസ്റ്റം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ആയുർവേദത്തെ അവർ ഡീഗ്രേഡ് ചെയ്തു. അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ആയുർവേദത്തിലൊക്കെ റിസർച്ചുകൾ ഒരുപാട് വന്നു, ഡ്രഗ് സ്റ്റഡീസ് ഒരുപാട് വന്നു, സ്പെക്ട്രം സ്റ്റഡീസ് ഒരുപാട് വന്നു. വളരെ വിശദമായിട്ടാണ് ആൾക്കാർ ഇതിനെയൊക്കെ പറ്റി ഇപ്പം സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാർമക്കോളജി തന്നെ ജർമ്മൻകാരുടെ കയ്യിലോ ബ്രിട്ടീഷുകാരുടെ കയ്യിലോ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ആയുർവേദത്തിൻ്റെയൊക്കെ പ്രത്യേകത ആദ്യം തൊട്ട് ബിഗിനിങ് മുതൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്.